ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മഞ്ജു ജോസഫ്. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടിയം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജനുവരി 2025 ജനുവരി 14 ഞാൻ വന്നത് എൻ്റെ ചേച്ചിക്ക് കൂട്ടായിട്ടാണ് ഉടമ്പടി എടുക്കാൻ വന്നതല്ല, ചേച്ചിക്ക് കൂട്ടായിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. അപ്പം ഉടമ്പടി എടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ മാറി നിൽക്കുമായിരുന്നു. പിന്നെ എല്ലാവരും എടുക്കുന്ന കണ്ടപ്പോൾ അന്ന് പോയി എടുത്തേക്കാം എന്ന് വിചാരിച്ച് പോയി ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്ത് ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എനിക്ക് ഒന്നും തോന്നിയില്ല. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഈ എയർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കും, എന്താണ് ഈ എയർ ലിഫ്റ്റിംഗ്, അത് ടൈം ഷോർട്ടനിങ്, എയർ ലിഫ്റ്റിംഗ്, ഇങ്ങനെ കുറേ ടേംസ് ഞാൻ ഇവിടെ നിന്ന് കേൾക്കുവാണ്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ഇത്? എന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് മാതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, ബൈബിൾ വായന, ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ വന്നു. പുതുക്കാൻ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. എൻ്റെ ബ്രദറ് മസ്കറ്റിലാണ്. അപ്പം എന്നെ ടൂറിസ്റ്റ് വിസയിൽ മസ്കറ്റിലേക്ക് കൊണ്ടുപോയി. ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവിടെ ചെന്ന് ഞാൻ കുറേ ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്തിട്ടും ഒന്നും ശരിയാവുന്നില്ല. അപ്പം ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്കോ ഹസ്ബൻഡിനോ ഒരു എമൗണ്ട് വെച്ചിട്ട് ഇത്രയും എമൗണ്ട് ഉള്ളൊരു സാലറി ഉള്ളൊരു ജോലി കിട്ടണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല, ആപ്ലിക്കേഷനൊക്കെ അയച്ചു. ടൂറിസ്റ്റ് വിസ ആയതുകൊണ്ട് തന്നെ ആരും ജോബിനൊന്നും വിളിക്കുന്നില്ല. ടൂറിസ്റ്റ് വിസ ഫിനിഷായി തിരിച്ചു വരുന്നതിൻ്റെ തലേന്നാണ് ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. ഇതേണക്ക് സെലക്ട് ആയിട്ടുണ്ട്, ജോബ് വിസ തരുന്നതായിരിക്കും. അപ്പം എനിക്ക് തിരിച്ച് നാട്ടിൽ വന്നാലേ ജോബ് വിസ കിട്ടുള്ളൂ. അപ്പോൾ ഈ എയർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. 10 വർഷമായി ഞാൻ BEd എടുത്തിട്ട് 10 വർഷമായെങ്കിലും ഞാൻ 10 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ലായിരുന്നു. മോൻ സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ മോനെ നോക്കിയിരിക്കുമായിരുന്നു. ഈ 10 വർഷത്തിന് ശേഷമാണ് ഇത്രയും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തിരിച്ച് ഞാൻ നാട്ടിൽ വരുന്നു, വീണ്ടും ഫ്ലൈറ്റ് കയറി അവിടെ പോകുന്നു, ജോബ് വിസ കിട്ടുന്നു, വീണ്ടും ഒരു എക്സിറ്റ് കൂടി എടുത്ത് ഞാൻ ഫുൾ ഫ്ലൈറ്റിലായിരുന്നു. എയർ ലിഫ്റ്റിംഗ് എന്താണെന്ന് ആലോചിച്ചിരുന്ന എനിക്ക് ഞാൻ ഫുൾ ഫ്ലൈറ്റിലാണ്. 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഫ്ലൈറ്റിൽ പോയി. അവിടുത്തെ ഇന്ത്യൻ സ്കൂളല്ല, ഒമാനി സ്കൂൾ, മസ്കറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഒമാനി സ്കൂളിലാണ്. ഒമാനി സ്കൂളിൽ അവിടെ എല്ലാവരും അറബിക്കാണ്, ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയല്ല, ഇന്ത്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പാകിസ്ഥാൻ, ഈജിപ്ഷ്യൻ, ടുണേഷ്യ, അങ്ങനെ പല പല കൺട്രീസിലുള്ളവരാണ്. അപ്പം അവിടെ ചെന്നിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. അത്രയ്ക്ക് പാടായിരുന്നു. എനിക്ക് അറബിക്ക് അറിയത്തില്ല, കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കാൻ ചെന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. തിരിച്ച് എനിക്ക് നാട്ടിൽ പോകണം. അപ്പം കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും വിട്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എൻ്റെ ബ്രദറും ഫാമിലിയും അവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ എനിക്ക് ജോലി ശരിയാവില്ല എന്ന് വിചാരിച്ച് കരച്ചിലായി. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് മാതാവ് തന്നൊരു അവസരമാണിത്. മാതാവ് എനിക്കായിട്ടൊരു അവസരം തന്ന് ഞാനത് കളയണമോ വേണ്ടയോ? എല്ലാവരും പറഞ്ഞു, ഇതിനൊക്കെ പറ്റത്തില്ലെങ്കിൽ തിരിച്ച് വന്നോളൂ, നാട്ടിൽ തിരിച്ച് വന്നോളൂ, ആരും ഒന്നും പറയില്ല, തിരിച്ച് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് മാതാവ് തന്നൊരു അവസരമാണ്. അത് 10 വർഷത്തിന് ശേഷമാണ് ഞാനൊരു ജോലിക്കായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഞാനിത് കളയണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ ഈശോയുടെ പീഡാസഹനം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, മാതാവ് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും മകനെ മകൻ്റെ ആ വേദന കണ്ടിട്ടും. ഞാൻ എപ്പോഴും കുഞ്ഞിലേ മുതലേ ഞാൻ മാതാവുമായിട്ട് ഒത്തിരി സംസാരിക്കുന്നതല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും മാതാവിനോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് അമ്മയില്ല, ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനായിട്ട് ആരുമില്ലാതെ ഞാൻ എല്ലാം മാതാവിനോടാണ് ഇങ്ങനെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാര്യവും ഞാൻ മാതാവിനോട് ഷെയർ ചെയ്തു. മാതാവ് തന്ന ജോലിയാണോ, ഞാനിത് കളയണമോ, തിരിച്ച് നാട്ടിൽ പോകണോ? അപ്പം എനിക്ക് ഇതാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇല്ല, ഈശോയുടെ സഹനത്തോട് ഞാനിത് ചേർത്ത് വയ്ക്കുവാണ്, ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ എൻ്റെ ഒരു അക്കാഡമിക് ലൈഫിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് കമ്പ്യൂട്ടർ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിലെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം ഞാൻ പെട്ടെന്ന് പഠിക്കുവാണ്. അതേപോലെ ഒമാനി സ്കൂളായതുകൊണ്ട് തന്നെ എല്ലാ മാസവും അവിടെ ഇൻസ്പെക്ഷന് വരും. ഇൻസ്പെക്ഷന് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടല്ല ക്ലാസ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളെ തിരിച്ച് വരെ പറഞ്ഞു വിടാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേന്നിരുന്ന് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി രാവിലെ എല്ലാവരും വരുന്നതിന് മുമ്പ് രാവിലെ പോയി ക്ലാസ്സിൽ ചുറ്റും വിതറും. ഞാൻ ഏത് ക്ലാസ്സിലാണോ ക്ലാസ് എടുക്കേണ്ടത് അവിടെ പോയി ഉടമ്പടി ഉപ്പ് വിതറും. മാതാവേ എൻ്റെ കൂടെ വരണേ, എനിക്കറിയത്തില്ല അവരെന്താ പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്ത് എല്ലാ ഇൻസ്പെക്ഷനും എനിക്ക് വെരി ഗുഡ് അവരെല്ലാം വെരി ഗുഡ് പറഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ എൻ്റെ റൂംമേറ്റ് ഒരു പാകിസ്ഥാനിയാണ്. അപ്പം റൂംമേറ്റ് എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ഈ ഡിഫറെൻറ്റ് കളർ മെഴുകുതിരി വെച്ച് ഈ പ്രാർത്ഥിക്കുന്നത്, സ്പെഷ്യൽ പ്രെയർ ആണോ എന്ന് ചോദിക്കും. ഞാൻ പറയും അതെ സ്പെഷ്യൽ പ്രെയർ ആണ്. അപ്പോൾ അവൾ നോക്കുമ്പോൾ ഞാൻ ഗ്രീൻ ക്യാൻഡിൽ വയ്ക്കുന്നു, ബ്ലൂ ക്യാൻഡിൽ വയ്ക്കുന്നു. അപ്പം അത് ചോദിക്കും, നിൻ്റെ ഗോഡ് ഭയങ്കര പവർഫുൾ ആണല്ലോ. ഞാൻ പറഞ്ഞാൽ അതേ പവർഫുള്ളാണ്, നിനക്കും എന്തെങ്കിലും സാധിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. അതിനുശേഷം അതിന് എന്തെങ്കിലും ഡിഫിക്കൽട്ട്, ഇത് കണക്ക് ഇൻസ്പെക്ഷനോ എന്തെങ്കിലും വരുമ്പോൾ എന്നോട് പറയും, നീ ഒന്ന് പ്രെയർ ചെയ്യണേ. അപ്പം ഞാൻ ഓക്കെ, ഞാൻ പ്രെയർ ചെയ്യുന്ന കണ്ടിട്ടാണ് അവർക്ക് വീണ്ടും അവർക്കും വിശ്വാസം വരാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോഴൊന്നും അവർ പ്രാർത്ഥിക്കാനോ ഒന്നും മുൻകൈ എടുത്ത് ഇരിക്കത്തില്ല. അതായത് അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇടയ്ക്ക് മാത്രം ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥന കണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും എല്ലാം ഈ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് അവർക്കും കൂടെ ഇൻസ്പിറേഷൻ കയറിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന സാലറി അതിൻ്റെ ഇരട്ടിയാണ് മാതാവ് എനിക്ക് തന്ന് സഹായിച്ചത്. ഞാൻ ഇത്രേ വെച്ചോളൂ, എനിക്കോ ഹസ്ബൻഡിനോ ഇത്രേ എമൗണ്ടിൽ ഒരു സാലറി ഉള്ളൊരു ജോലിയെന്നേ ഞാൻ വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് മാതാവ് എനിക്ക് തന്ന് സഹായിച്ചത്. പിന്നെ എനിക്ക് വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മൈഗ്രെയിൻ, അവിടെ 40-42 ഡിഗ്രിയൊക്കെയാണ് ചൂട്. ആ വെയിലത്ത് ചിലപ്പോൾ നമുക്ക് ബസ് ഡ്യൂട്ടി ഇടുമ്പോൾ നമ്മൾ ഈ വെയിലത്ത് വേണം കുഞ്ഞുങ്ങളുടെ കൂടെ ബസ്സിൽ പോകാനായിട്ട്. അതിനുശേഷം എനിക്ക് മൈഗ്രെയിൻ, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോൾ മാറിയെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഫുൾ ടൈം എന്ത് പ്രശ്നം വന്നാലും ഞാൻ മാതാവിനോടും ഈശോയോടും പറയും. മാതാവും ഈശോയും എൻ്റെ കൂടെ ഉള്ളതുപോലെയുള്ള അനുഭവമാണ്. ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഹോസ്റ്റലിൽ എല്ലാവർക്കും ഒരു റൂമിൽ 2 പേര് വെച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അവർക്ക് മനസ്സിലാവത്തില്ല, അവർ അറബിക്കോ ഹിന്ദിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ മലയാളത്തിൽ പോലും എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എല്ലാം മാതാവിനോടും ഈശോയോടുമാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണം, ഇന്നിങ്ങനെ സംഭവിച്ചു, നാളെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം മാതാവ് എനിക്ക് ഉത്തരം തന്നുകൊണ്ടിരുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം സംഭവിച്ചത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ആദ്യത്തെ പുതുക്കലിലൊന്നും സംഭവിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉഴപ്പരുത്. എൻ്റേത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് ഇത്രയും അനുഭവങ്ങളുണ്ടായത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളൊരു കൊല്ലത്ത് തന്നെ ഒരു സംഘടനയുണ്ട്. അപ്പം അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർ അറിയിക്കും, കുട്ടികൾക്ക് ഇങ്ങനെ ഇത്രയും എമൗണ്ട് ആവശ്യമുണ്ട്, പാത്രത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്, സ്കൂൾ ബാഗിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ എമൗണ്ട് ഇടും. പിന്നെ പത്രം, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും ഒരു 5 പത്രം എൻ്റെ കയ്യിൽ കാണും. ഇവിടെ വന്ന് 3 കെട്ട് പത്രമൊക്കെ മേടിച്ചിട്ട് പോയി എവിടെ പോയാലും ഞാൻ ഈ പത്രമായിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഞാനത് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്, ചിലപ്പം ആരെങ്കിലുമായിട്ട് പോകുന്നതായിരിക്കും ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൻ്റെ വാതിലിലും വരാന്തയിലും എല്ലാം നടന്ന് റോഡിലൂടെ ചിലപ്പോൾ എൻ്റെ മോനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാണ് കൊടുക്കുന്നത്. നടന്ന് പോയി പത്രം കൊടുക്കും. പിന്നെ എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാതെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, അവരുടെ 2 മക്കളാണ്, അതിലൊരു കുഞ്ഞിന് സുഖമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ അവൾക്കും കൂടെ ഉണ്ടാക്കും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഞാൻ അവളെ വിളിച്ച് പറയും, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവൾക്കുള്ള ഫുഡും കൂടി ഞാൻ എടുത്ത്. പക്ഷേ അറബിക്കിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഫുഡ്, കാരണം അവർ കഴിക്കില്ല, നമ്മൾ എന്ത് കൊടുത്താലും അവർ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെയുള്ള എൻ്റെ ആ പാകിസ്ഥാൻ കൊച്ചിന് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കി അവൾക്കും കൂടെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഞാൻ ഇതെല്ലാം പറയും, മാതാവേ ഈശോയെ അങ്ങയുടെ മഹത്വത്തിനായി ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരുന്നത്. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 40-ാം അധ്യായം 13-ാം തിരുവചനം. നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും.
വളരെ സംശയത്തോടു കൂടി കയറി വന്ന ഒരു വ്യക്തിയാണ് മഞ്ജു. ഈ ആലയത്തിലേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും എയർ ലിഫ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എയർ ലിഫ്റ്റിംഗ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെറുതെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എന്നൊരു ആശങ്കയായിരുന്നു, ഒരു സംശയമായിരുന്നു മഞ്ജുവിനുണ്ടായിരുന്നത്. തൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരന്ത അവസ്ഥകളിലേക്ക് എത്തി നോക്കിയപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് ഒരു എസ്കലേറ്ററിൽ കൊണ്ടുപോകുന്ന ഒരു വലിയ അനുഭവം മകൾക്കുണ്ടായപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എന്തുമാത്രം വിലപ്പെട്ടതാണെന്നും ഈശോയിൽ നിന്ന് എന്തുമാത്രം കൃപകളും അനുഗ്രഹങ്ങളുമാണ് എനിക്ക് കിട്ടിയതെന്നും ഇവിടെ ഏറ്റുപറഞ്ഞത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിരുന്ന ഓരോ മക്കളും ഈശോയിൽ നിന്ന് ലഭിക്കുന്ന വലിയ വലിയ കൃപകളുടെ വലിയ കണക്കുകളാണ് നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നത്. ഓരോന്നും ഏറ്റുപറയുമ്പോൾ ദൈവമഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. കാരണം ഈശോയുടെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒരുപാട് ചൊരിഞ്ഞു കഴിഞ്ഞു. ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചുരുങ്ങി ദൈവനാമം മഹത്വപ്പെട്ട് എപ്പോഴും നിത്യതയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് പിന്നെ നമുക്കുള്ളത്. ആദ്യത്തെ പുതുക്കലിൽ തന്നെ മഞ്ജുവിനെ വലിയ ഒരു ജീവിത വ്യത്യാസമുണ്ടായി എന്ന് പറയുന്നു. ഒരു നല്ല സാലറി എനിക്കും ഹസ്ബൻഡിനും ഉണ്ടാകണമെന്ന് മാത്രമുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ഒരു ഇരട്ടി സാലറിയോടുകൂടിയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ ഈശോ ഈ മകളെ അനുഗ്രഹിച്ചത്. അതുപോലെ മാന്യ സ്കൂളിലുണ്ടായ ആ ഒരു വലിയ സഹനങ്ങളെല്ലാം ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കാൻ ഈ മകൾക്ക് സാധിച്ചത് ഉടമ്പടി ഒരു ജീവിത രീതിയായപ്പോൾ മാത്രമാണ്. പരിശുദ്ധ അമ്മ എന്തുമാത്രം പഠിപ്പിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കും. വചനത്തിലൂടെ മകൾ എന്തുമാത്രം സഞ്ചരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മകളുടെ മൈഗ്രെയിൻ വേദനകളെല്ലാം എടുത്തു ഈ പരിശുദ്ധ അമ്മ അതെപ്പോഴാണ് മാറിപ്പോയതെന്ന് പോലും ഈ മകൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും കണ്ണീരിനെയും തുടയ്ക്കുന്നതെല്ലാം ഒരു പക്ഷേ നാം പോലും അറിയാതെയാണ് ഉടമ്പടിയുടെ വിശുദ്ധി നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കെപ്പോഴും സാമീപ്യം നൽകി നമ്മുടെ അയോഗ്യതകളെല്ലാം യോഗ്യതകളാക്കി മാറ്റി ഈ നമ്മുടെ ജീവിതവൃത്തിയിൽ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മുടെ ഏത് കാര്യങ്ങളിലായാലും നമ്മുടെ അയോഗ്യതകൾ എല്ലാം നാം സറണ്ടർ ചെയ്യുമ്പോൾ, നാം സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വലിയ കൃപയുടെ വാതിൽ തുറക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ സഹോദരി അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ഫുഡുണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ പാക്കറ്റും കൊടുത്തിരുന്നത്. ഈ സഹോദരിയുടെ പ്രാർത്ഥന ഒരു കോൺവെർസേഷനിൽ നിന്നൊരു കൺഫൈഡിങ് ആയി. എനിക്ക് ആരുമില്ല, ഇനി അമ്മ മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവരൊന്നും എൻ്റെ അടുത്തില്ലാത്തൊരു സ്ഥിതിയിൽ പരിശുദ്ധ അമ്മയോട് എല്ലാ തീരുമാനങ്ങളും, എല്ലാ സംസാരങ്ങളും, എല്ലാ ചർച്ചകളും, അത് കുക്ക് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അടുക്കളയിലായാലും ജോലി സ്ഥലത്തായാലും എപ്പോഴും പരിശുദ്ധ അമ്മയോട് സംസാരിക്കാൻ, എല്ലാ ഭാഷക്കാരോടും ഈശോയെ കൈമാറാൻ ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ള വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ നമുക്ക് ഏറ്റുപറയാനുള്ളത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പ്രവാസികളായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ജോലിയില്ലാത്ത മക്കളെയും, സാലറി ഡൗൺ ആയിരിക്കുന്ന എല്ലാ മക്കളെയും, ജീവിത വിശുദ്ധിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.